രണ്ട് കാര്യങ്ങൾ ആദ്യം പറയണം. ഒന്ന്, ആ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് KSUവിന്റെ പ്രവർത്തകരുടെ കൈ വീണ ജോർജിന്റെ ശരീരത്തിൽ സ്പർശിക്കുന്നതായിട്ട് ഒരിടത്തും നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഈ നിമിഷം വരെ വന്നിരിക്കുന്ന ദൃശ്യങ്ങളിലില്ല. നമ്മൾ 3 ക്യാമറകൾ ഉണ്ടായിരുന്നു. ആ 3 ക്യാമറകളിൽ നിന്നുള്ള വിഷ്വൽസ് നമ്മൾ പരിശോധിച്ചു. മറ്റ് ചാനലുകളുടെ ഫീഡുകളും നമ്മൾ പരിശോധിച്ചു. അതിൽ KSU നേതാക്കൾ വീണയുടെ തൊട്ടടുത്തെത്തി വീണയുടെ ശരീരത്തിൽ കൈവയ്ക്കുന്ന, മിനിസ്റ്ററുടെ ശരീരത്തിൽ കൈവയ്ക്കുന്ന ഒരു രംഗം പോലും നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളിലില്ല. ഇനി പുറത്തു വരേണ്ടത് RPFന്റെ നിയന്ത്രണത്തിലുള്ള റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളാണ്. അതിതുവരെയും പുറത്തു വന്നിട്ടില്ല. അത് പുറത്തു വരുമ്പോൾ മാത്രമേ ഏതെങ്കിലും തരത്തിൽ KSU പ്രവർത്തകർ നേരിട്ട് മന്ത്രിയുടെ ശരീരത്തിൽ സ്പർശിച്ച് ക്ഷതമേൽപ്പിച്ചിട്ടുണ്ടോ എന്നത് തിരിച്ചറിയാൻ സാധിക്കൂ. അപ്പോൾ ഫാക്ട് നമ്പർ 1, നിലവിൽ KSU പ്രവർത്തകർ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശരീരത്തിൽ സ്പർശിച്ച് ക്ഷതമേൽപ്പിച്ചു എന്നതിന് തെളിയിക്കാൻ പറ്റുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. മാത്രവുമല്ല, അവിടെ നിന്ന് ചില ആളുകളുമായി നമ്മൾ സംസാരിച്ചു. ചിലരുടെ പ്രതികരണങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവർ പറയുന്നതും നേരിട്ട് മന്ത്രിയെ ഇവർ അറ്റാക്ക് ചെയ്തതായിട്ട്, ഫിസിക്കലി ശാരീരികമായി ഉപദ്രവിച്ചതായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതാണ് വസ്തുത. എന്നാൽ